ഹലോ ഗൈസ്, അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ട്രിപ്പിൻ്റെ ക്ഷീണത്തിൽ 2 ദിവസം കോളേജിൽ പോയില്ല. ഇന്ന് ദേ വീണ്ടും കോളേജിലേക്ക് തന്നെ പോവുകയാണ് ആഫ്റ്റർ കുറച്ച് ദിവസം. ഇന്ന് രാവിലെ പിന്നെ ഭയങ്കര നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ബസ്സൊക്കെ എനിക്ക് കൃത്യമായി കിട്ടി. അതുകൊണ്ട് പിന്നെ എനിക്ക് ഓട്ടോയിൽ പോകേണ്ടിയേ വന്നില്ല. 9:30 കൃത്യം ക്ലാസ് തുടങ്ങുന്ന ഞാൻ 9 മണി കഴിയുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. കറക്റ്റ് സമയത്ത് ബ്ലോക്കും കിട്ടി. പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ബെല്ലടിക്കുന്നതിന് മുമ്പ് ക്ലാസ്സിലെത്തി. കോളേജിലാണെങ്കിൽ ധ്വനിയുടെ പരിപാടി നടക്കുമായിരുന്നു, അതായത് കലോത്സവേ. അതേപോലെ വേറെ ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി അങ്ങോട്ട് ക്രിസ്മസ് സമയം ആയതുകൊണ്ട് കോളേജൊക്കെ നല്ല രീതിയിൽ അലങ്കാരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ധ്വനിയുടെ ലാസ്റ്റ് ഡേ ആണ്. ഇവിടെയാണെങ്കിൽ കുറേ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണ് പിന്നെ ആദ്യം തന്നെ പോയി പതിച്ചത് ബുക്ക് സ്റ്റോളിലേക്കായിരുന്നു. പിന്നെ ഞാനൊന്നും വാങ്ങിച്ചില്ല, കാരണം എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ബുക്കൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ഇങ്ങനെ എന്തൊക്കെയോ പഠിപ്പിച്ചു. ക്ലാസ്സിൽ പഠിപ്പിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോയിലൊന്നും തീരൂല. ഇത് പിന്നെ ഹോമം നടത്താൻ വേണ്ടി കൊണ്ടുവന്നല്ല, ബോട്ടണി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിലൊന്നും ചെടിയും പൂവൊക്കെ തന്നെ കാണത്തുള്ളൂ. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈവനിങ് നല്ല അടിപൊളി ഒരു ഗസലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാത്ത എല്ലാ കൂത്ര പരിപാടിക്കും നിൽക്കുന്ന ഞാൻ ഈ പരിപാടി മിസ് ചെയ്തു. അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഷോ നിൽക്കായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. എൻ്റെ വീടും കോളേജും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിലും ആണ്ടിലും കൊല്ലത്തിലും ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സുള്ളൂ. അപ്പോൾ പിന്നെ ബസ് മിസ്സാക്കി കഴിഞ്ഞാൽ, ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓട്ടോ മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ. രാവിലെ ഓട്ടോ, വൈകുന്നേരം കൂടെ ഓട്ടോ മുതലാവില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ പിന്നെങ്ങ് പോന്നു. പതിവില്ലാതെ എന്നെ കൂട്ടാൻ വേണ്ടി അച്ചും വന്നിട്ടുണ്ടായിരുന്നു. ബാഗിന് വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അവൻ്റെ കൈ കൊടുത്തു. ഉള്ളിവടയും വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി. ഉള്ളിവടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും 2 പേരും കൂടെ കറങ്ങാൻ ഇറങ്ങി. പിന്നെ ഞങ്ങൾ വടാപ്പാവ് മേടിച്ച് കഴിച്ചു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇതായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചധികം പൈസ പൊട്ടിയിട്ടുണ്ട്. ഇവനുമായിട്ടപ്പോൾ പുറത്ത് പോയാലും കൈ നിറയെ സാധനങ്ങളുമായിട്ടേ ഞങ്ങൾ തിരിച്ചു വരാറുള്ളൂ. ഫോർ എക്സാമ്പിൾ 50 രൂപ മുടക്കാൻ തീരുമാനിച്ച 500 രൂപ കയ്യിൽ നിന്ന് പോയാൽ വീട്ടിൽ കയറുന്നത്. പിന്നെ അവനിതെല്ലാം പിടിച്ചോളും, അതുകൊണ്ട് ഞാൻ ഫ്രീ. അപ്പോൾ ബൈ.